വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. 1971 ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടാനായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായിരുന്നല്ലോ. കിഴക്കൻ പാകിസ്ഥാനായിരുന്നു, പിന്നീട് ബംഗ്ലാദേശായി മാറി. നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് പട നയിച്ചത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായിട്ടുള്ള സർവ്വസന്നാഹങ്ങളും ബംഗ്ലാദേശിന് ചെയ്തു കൊടുത്തത്. അതിനുശേഷം ബംഗ്ലാദേശ് സ്വതന്ത്രമായി. അവാമി ലീഗ് അവിടെ അധികാരത്തിലേറി. മുജീബുൾ റഹ്മാൻ അവിടുത്തെ രാഷ്ട്രപതിയായി. അതിനുശേഷം അവാമി ലീഗിലെ ഷേഖ് ഹസീന വരെയുള്ള ആൾക്കാർ അവിടെ പ്രധാനമന്ത്രിമാരായി വർത്തിച്ചു. അതിനിടയിൽ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. BNP പിന്നീട് അധികാരത്തിലേറി. ഒരുപാട് നാൾ ബംഗ്ലാദേശ് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള രീതിയിൽ അവിടെ ഭരണം പോയിരുന്നു. അതിനിടയിൽ മുജീബുൾ റഹ്മാനും കുടുംബവും അടക്കമുള്ള ആൾക്കാരെ മതമൗലികവാദികൾ മാസ്സായിട്ട് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബോംബ് സ്ഫോടനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി. ആ സമയത്ത് ഷെയ്ഖ് ഹസീന ഇവിടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരി യൂറോപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി രക്ഷപ്പെട്ടു. പിന്നെ തിരിച്ചു വന്ന ഷെയ്ഖ് ഹസീന ഒരു 10-12 കൊല്ലം അജയ്യമായിട്ട് ബംഗ്ലാദേശ് ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവാമി ലീഗിന്റെ ആ ഒരു വിഷയത്തിൽ ആ ഒരു സംഭവം പിന്നീട് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ ആയി മാറി. അതൊക്കെ ഇപ്പോ മുഹമ്മദ് യൂനിസ് വരെ വന്നു നിൽക്കുന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭം, അവാമി ലീഗിനോടുള്ള എതിർപ്പ്, അതിന് സ്വാതന്ത്ര്യമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതിലോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. ഇപ്പോ 1971 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാകിസ്ഥാനുമായിട്ട് വളരെ അകൽച്ചയിലായിരുന്നു ഷെയ്ഖ് ഹസീന ഭരണകൂടവും. അവിടെയുള്ള ബംഗ്ലാദേശിൽ ആര് വന്നാലും പാകിസ്ഥാൻ പട്ടാളത്തെ പോലും അകത്തോട്ട് കയറ്റില്ല. പക്ഷെ ഇപ്പോ യൂനിസ് വന്നു കഴിഞ്ഞ ശേഷം പാകിസ്ഥാൻ പട്ടാളം നിരന്തരം ബംഗ്ലാദേശിൽ കയറുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നെക്ക് വരെ അവരെ എത്തി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ചിക്കൻ നെക്കിലെ നമ്മൾ സുരക്ഷയൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചിക്കൻ നെക്ക് പിടിച്ചിട്ടൊന്നുമില്ല, ബംഗ്ലാദേശ് പിടിച്ചിട്ടൊന്നുമില്ല, സുരക്ഷയൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 71 ശേഷം ഒരു വലിയൊരു നീക്കം പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നടത്തിയിരിക്കുകയാണ്. ഇതുവരെ പാകിസ്ഥാന്റെ ISI തലവന്മാരും അല്ലെങ്കിൽ ISIയുടെ പല ആൾക്കാരും അവിടെ തീവ്രവാദ സംഘടനകളെ ഏകോപിപ്പിക്കാനാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോ പാക് നാവികസേനയുടെ ഒരു വൻ പടക്കപ്പൽ PNS സേഫ് 4 ദിവസത്തെ സൗഹാർദ്ദ സന്ദർശനത്തിന് ഗുഡ്വിൽ വിസിറ്റിനായിട്ട് അവിടെ വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ഗുഡ്വിൽ വിസിറ്റ് ഒന്നും അല്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യ ഒരു യുദ്ധമുഖത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഡൽഹിയിലടക്കം ഇന്ന് വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പല സ്ഥലത്തും ഞോട്ടാൻ പ്രഖ്യാപിച്ച് സംയുക്ത സൈനികാഭ്യാസങ്ങളൊക്കെ നടത്തുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഇവർ വന്നത് സംശയാസ്പദമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് ബംഗ്ലാദേശ് ഇതിനെക്കുറിച്ചുള്ള വിവരം നൽകിയിരിക്കുന്നത്. ഊഷ്മളമായ സ്വീകരണം ഈ PNS സേഫിന് നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തുവില്ല. അപ്പൊ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇത് കിഴക്കൻ തീരമാണ് ഇന്ത്യയുടെ. ഇനി ഇന്ത്യയുടെ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രദേശമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു തയ്യാറായിക്കോ, യുദ്ധത്തിന് തയ്യാറായിക്കോ എന്ന് പറഞ്ഞു. ഇസ്താംബുളിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയും ചീറ്റി. ആ ചർച്ച ചീറ്റിയ പശ്ചാത്തലത്തിൽ വലുതായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഈ പാകിസ്ഥാൻ ഒരു പ്രകോപനമില്ലാതെ പക്തൂൺഖയിലെ ആൾക്കാരെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആക്രമണം നടക്കുകയാണ്. ലോകമാധ്യമങ്ങളൊന്നും ഒരു വലിയ വാർത്തയാകുന്നില്ല, എങ്കിലും വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അഫ്ഗാനിസ്ഥാൻ ഈ യുദ്ധത്തിന് തയ്യാറായിക്കോ എന്ന് പറയുമ്പോഴേക്കും അവരൊരു കാഷ്വലായിട്ട് പറയുന്നതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനിൽ വലിയ നീക്കം നടക്കുന്നു. ജാഫർ എക്സ്പ്രസ് അടക്കമുള്ളത് നിർത്തിവെച്ചു. കാരണം എന്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ജാഫർ എക്സ്പ്രസിന്റെ മെക്കിട്ടാണ് എല്ലാവരും കയറുന്നത്. അതുകൊണ്ട് ജാഫർ എക്സ്പ്രസ് അവിടെ നിർത്തിവെച്ച് തൽക്കാലം ഇത് നിർത്തിവെക്കും എന്ന് അവിടെയുള്ള ഭരണകൂടം പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരു തലവേദന നമുക്ക് വേണ്ട. ഇനി ഈ വണ്ടിയിൽ നാട്ടുകാരെല്ലാം കൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇത് ബോംബ് സ്ഫോടനത്തിൽ തകർക്കുക ഇവിടെ. കാരണം എനിക്ക് തോന്നുന്നു ഈ പാകിസ്ഥാനിൽ ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ എന്റെ ഈശ്വര എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാഫർ എക്സ്പ്രസ് എന്തുണ്ടെങ്കിലും അതിനൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 7 തവണയാണ് ആ എക്സ്പ്രസിന് നേരെ ആക്രമണം ഉണ്ടായത്. 7 തവണ. ലോകത്ത് ഏതെങ്കിലും ട്രെയിനിന് നേരെ ഇത്രയും തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ജാഫർ എക്സ്പ്രസ് മാത്രമേ അവിടെ ഉള്ളൂ ഇവർക്ക് ആക്രമിക്കാൻ? ഇത് കത്വ, അതായത് ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് പോകുന്ന ട്രെയിനായത്. ആ മേഖലയോട്ട് കണക്ട് ചെയ്തു. അപ്പം എന്തുവരും ഇവർക്ക് കുറച്ചുകൂടെ ആക്രമിക്കാൻ എളുപ്പം. ഇവരുടെ ഈ എന്താ പറയുന്നത്, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവരുടെ വായിലേക്ക് ഇവരുടെ അണ്ണാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനായത്. അപ്പൊ ആ മേഖലയിലുള്ള പട്ടാളക്കാർ ഇതിക്കേറി ഇങ്ങോട്ട് വരും. ലീവിന് പട്ടാളക്കാരാണ് ഇത് കൂടുതൽ യാത്ര ചെയ്യുന്നത്. ഇവരുടെ ലീവിന് പോകുന്നവരും മറ്റും ഒക്കെ ആയിട്ടുള്ളത്. എന്തായാലും എന്റെ ആ ഒരു സംശയം മാറി കിട്ടി. താങ്കൾ ഒരു എൻസൈക്ലോപീഡിയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ ഇവർ കിഴക്കൻ പ്രദേശത്ത് നിന്നും പൂട്ടാനായിട്ട് നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ പടിഞ്ഞാറ് നിന്ന് പാകിസ്ഥാന്റെ ഉച്ചയ്ക്ക് അടിക്കാനുള്ള ശ്രമമാണ്. ഉച്ചയ്ക്ക് അടിയെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉഗ്രൻ അടിയായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്ത് സംഭവിക്കും ഈ കാര്യത്തിൽ? ഇന്ത്യ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ബംഗ്ലാദേശ് ഉടനെ തന്നെ പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഈ നമ്മള് അഫ്ഗാനിസ്ഥാനുമായിട്ട് കൂടുതൽ അടുക്കുകയും വിദേശകാര്യ മന്ത്രി ശ്രീ മുത്തഖി നമ്മുടെ ഇന്ത്യയിൽ എത്തുകയും ചെയ്തപ്പോൾ ഇവിടെ പലരും ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയൊക്കെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. കണ്ടില്ലേ, താലിബാന് പരവതാനി വിരിച്ചു, RSSും താലിബാനും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഇന്നലെ വരെ അവര് മറ്റേതാണെന്ന് പറഞ്ഞവന്മാരൊക്കെ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു.
നമ്മൾ വലിയ സഹായവും പ്രഖ്യാപിച്ചു. പിന്നീട് നമ്മൾ കണ്ട കാഴ്ച കുറച്ച് ദിവസം മുമ്പ്, അതായത് ഒരു 6 ദിവസം മുമ്പ് അവരുടെ ഒരു വലിയ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചു. ഈ താലിബാൻ സർക്കാരിന്റെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എംബസി നമ്മുടെ ഡൽഹിയിലുണ്ട്. ആ എംബസിയിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ മുൻ സർക്കാരിന്റെ സ്റ്റാഫ്. അതായത് 2021 ഈ താലിബാൻകാർ വരുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന സർക്കാരിന്റെ സ്റ്റാഫ്. അപ്പൊ അവരെ മാറ്റിക്കൊണ്ട് താലിബാന്റെ പ്രതിനിധികളെ അവിടെ വെക്കണം, ഞങ്ങളുടെ സർക്കാരിന്റെ ആൾക്കാരെ അവിടെ വെക്കണമെന്ന് ഈ താലിബാൻ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിൽ ഇന്ത്യ കേട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം കേട്ടു. 6 ദിവസം മുമ്പ് താലിബാൻ അവിടെ നിന്ന് അവരുടെ കുറെ സ്റ്റാഫുകൾ 2ഓളം പേര്, നേരത്തെ ഒരാൾ മഹാരാഷ്ട്രയിലുണ്ട്, അത് നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അതൊരു 7-8 മാസം മുമ്പ് തന്നെ മോദി സർക്കാർ, ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ താലിബാനിയാ പുള്ളി. നല്ല വിദ്യാസമ്പന്നനായ ഒരു യുവാവാണ്. അത് അദ്ദേഹം മഹാരാഷ്ട്ര കോൺസുലേറ്റിന്റെയും ഇവിടെ 2 ഉദ്യോഗസ്ഥന്മാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ വന്നു. ഇത് എന്തുകൊണ്ടാണ് ഈ ഇത്രത്തോളം നമ്മൾ അടുക്കുന്നതും ലോകത്ത് ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനെ അടുത്ത് നിൽക്കുന്ന 3ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. UAEയും പാകിസ്ഥാനും മറ്റും അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും റഷ്യക്ക് പിന്നാലെ എംബസി തുറക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി, 2ാമത്തെ രാജ്യം. പക്ഷെ അവരുമായി അടുക്കുന്ന 3ാമത്തെ രാജ്യമാണ്. കാരണം ചൈന ഓൾറെഡി അവിടെ അവരുടെ ഒരു ബാക്ക്ഡോർ, അല്ലെങ്കിൽ ബാക്ക്ഡോർ എന്നല്ല, നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു സംവിധാനം അവർക്കും ഉണ്ട്. ഒരു ഓഫീസുണ്ട്, എന്താ പറയുക, ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളതിനെ ഔദ്യോഗികമായിട്ടൊന്നല്ല പറയുന്നത്, നമ്മളവിടെ ഏറ്റെടുക്കുന്ന വർക്കൊക്കെ നോക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ അങ്ങനില്ല. നമ്മുടെ എംബസി ഒഫീഷ്യലായിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ എംബസിയാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. 2ാമത്തെ എംബസിയാണ്. റഷ്യ കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെയാണ്. ഓൾറെഡി എല്ലാ രാജ്യങ്ങൾക്കും അവിടെ എംബസി ഉണ്ട്. ചൈനയുടെ ഫംഗ്ഷനിലാണ്, പക്ഷെ അവരിതുവരെ ഡിക്ലെയർ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് നടന്നപ്പോഴേക്കും എല്ലാവർക്കും ഒരു സംശയം, ഇത് എന്തിനാണിത്? പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അതിന്റെ കഥ മനസ്സിലാകുന്നത്. കാരണം ഇന്ത്യ വളരെ മുൻപേ തന്നെ കണ്ടിരുന്നു, ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപേ തന്നെ നമ്മൾക്ക് കണ്ടിരുന്നു ഒരു ബ്ലൂ പ്രിന്റ്. ബംഗ്ലാദേശും പാകിസ്ഥാനും അമേരിക്കയും എല്ലാം ചേർന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കും, ഇല്ല അടി നടക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാ കൊച്ചുകുട്ടികൾക്കും ലോകത്തെ അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടുതൽ ടെൻഷൻ ആക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ വരിഞ്ഞു മുറുക്കാൻ, സമ്മർദ്ദത്തിലാക്കുവാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഇന്ത്യയുടെ കിഴക്കൻ മേഖല, അതായത് പ്രത്യേകിച്ച് സമാധാനത്തിലാണ് ഇത് മുൻപോട്ട് പോകുന്നത്. ബംഗ്ലാദേശിന്റെ അതിർത്തിയൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. മ്യാൻമാർ അവിടെ വലിയ മൂല്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവന്മാർ കയറി വരുന്നു. ആ വരുന്നവന്മാർ അവന്മാരൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ഇവിടുന്ന് പോയ കുറെ അണ്ണന്മാരാണ് ഈ ഉൾഫ ഐ എന്നൊക്കെ പറയുന്ന ISKP എന്നൊക്കെ പറയുന്ന സംഘടന ഉണ്ട്. അവന്മാരും നമ്മൾ ടൈപ്പിന്റെ പുറത്തൊക്കെ ഉള്ളത്. അത് നമ്മുടെ സൈന്യം ഇടയ്ക്കിടയ്ക്ക് കയറി അടിക്കുന്നുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഭൂട്ടാനും നമുക്കൊരു തലവേദന ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഭൂട്ടാനിലേക്ക് പോവുകയാണ്. അവിടുത്തെ ചില പദ്ധതികളൊക്കെ നമ്മൾ ഇന്നിപ്പം അതാണ് വളരെ രസകരമായ കാര്യം. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ അവിടുത്തെ ഡാമുകളുടെ പണി മുഴുവൻ ഏറ്റെടുത്തു. ഇപ്പൊ നമ്മൾ ഭൂട്ടാനിൽ അത് ചെയ്തു, ഉദ്ഘാടനം ചെയ്യാൻ പോവുക പ്രധാനമന്ത്രി 2 ദിവസം. അപ്പൊ നമ്മൾ വടക്കും കിഴക്കും ഒക്കെ ഈ ജല സ്രോതസ്സുകളുടെ, ഇല്ലെങ്കിൽ ജലത്തിന്റെ കൺട്രോള് ന്യൂഡൽഹിയായി മാറുകയാണ്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. എങ്ങോട്ട് എന്ത് വേണം, വെള്ളം എപ്പോൾ നിർത്തണം, എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നതിന്റെ സ്വിച്ച് പമ്പ് ഹൗസ് എന്ന് പറയുന്നത് ദില്ലിയായി മാറുന്ന ഒരു കാഴ്ച. പടിഞ്ഞാറും കിഴക്കും ഒക്കെ മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. ഭാരതം ഒരു പവറിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ചൈനയ്ക്ക് പോലും അത് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഒരു കാര്യം. ഈ ഒരു വിഷയത്തിൽ ഇത് നമ്മുടെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണണം. അപ്പൊ ഇവിടെ ഉണ്ടാകും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ സൈന്യം ഒരു വലിയ സൈനിക അഭ്യാസം ഈ വെസ്റ്റ് ബംഗാളിൽ നടത്തുകയുണ്ട്. നമ്മളിത് പലവട്ടം ചർച്ച ചെയ്താണ്. തീസ്ത പ്രഹാർ എന്നായിരുന്നു അതിന്റെ പേര്. എന്തിനാണ് അത് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബംഗ്ലാദേശിന്റെ ആ ബോർഡറിൽ നമുക്കെതിരെ ആക്രമണം സംഘടിപ്പിക്കാൻ ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോട് മുഹമ്മദ് യൂനുസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവിടുത്തെ വക്കാർ ഉസ് സമ, നമ്മുടെ അവിടുത്തെ ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ഈ ഉസ്മാൻ പറഞ്ഞു ഇപ്പൊ പോകണ്ട, പണി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സർവ്വസന്നാഹങ്ങളുമായിട്ട് നമ്മളുടെ പാറ്റേൺ ടാങ്കുകൾ, അതായത് ബാറ്റിൽ ടാങ്കുകളും ഒപ്പം തന്നെ ഈ നാഗ മിസൈൽസും ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് ഒരു വലിയ സൈനിക അഭ്യാസം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ടൈമിൽ തന്നെ നടക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ ആരും അത് വാർത്ത അപ്പ് ചെയ്തില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത ചെയ്തിരുന്നു, നമ്മുടെ ചാനലിൽ അത് ചെയ്തിരുന്നു. പലവട്ടം നമ്മൾ രണ്ടും കൂടി ഇരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നതുമാണ്. അപ്പം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ഒരു സംഘർഷം വരുന്നതിന് മുമ്പ് തന്നെ അവിടത്തേക്കുള്ള ഒരുക്കങ്ങളാണ് കഴിഞ്ഞ കുറെ നാളായിട്ട് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരം ധൈര്യവും കാര്യങ്ങളും പൈസയും ഒക്കെ കിട്ടുന്നത് വെച്ചാൽ അമേരിക്ക ഫണ്ട് ചെയ്യുന്നുണ്ട്. അതൊരു രഹസ്യമല്ല, പരസ്യമായ കാര്യമാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിൽ നിർത്തിയാൽ മാത്രമേ അവരുടെ പല കാര്യങ്ങളും സാധ്യമാക്കി എടുക്കാൻ കഴിയൂ എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഫണ്ടിങ്ങും ആ ഫണ്ടിങ്ങിന്റെ ബലത്തിൽ നമ്മൾ മുൻപ് കൊടുത്തൊരു വാർത്തയുണ്ട്. ഇതാ ഞാൻ പറയുന്നത്, ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ വാർത്തകളെല്ലാം പ്രേക്ഷകർ സ്ഥിരമായി കാണുകയാണെങ്കിൽ അവർക്കൊരു ചെയിൻ പോലെ ഇതെല്ലാം മനസ്സിലാകും.
അപ്പം ഇതിനു മുമ്പ് നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. അതായത് പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ ഭീകര ക്യാമ്പുകൾ തുറക്കുന്നു, ISIS ഭീകര ക്യാമ്പുകളുണ്ട് എന്ന് നമ്മൾ പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പാകിസ്ഥാൻ അറേഞ്ച് ചെയ്യുന്നതാണിത്. അതായത് അവിടെയും ഇവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതായത് ഒരു ഭാഗത്തുനിന്ന് ഇന്ത്യ അടിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് നമ്മളെ സമ്മർദ്ദത്തിലാക്കാൻ. പക്ഷെ ഇത് ഇന്ത്യ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനെ ഇത്രയും ചേർത്ത് പിടിച്ചത് ഇപ്പോഴെന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം നമ്മൾ ഈ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലൂടെ, കിഴക്കൻ അതിർത്തിയിലൂടെ നമ്മളുടെ അടി തുടങ്ങുമ്പോൾ സമാനമായി തന്നെ പടിഞ്ഞാറൻ അതിർത്തിയിൽ അവരും അടിക്കുമ്പോൾ അത് ഏതാണ്ട് ഒരു സാൻഡ്വിച്ച് പോലെ നിൽക്കും പാകിസ്ഥാൻ. ഇതിന്റെ അപ്പുറത്തെ ഒരു സൈഡിൽ, പാകിസ്ഥാന്റെ തന്നെ അപ്പുറത്തെ, അതായത് മൂന്നാമത്തെ ഒരു യുദ്ധമുഖം എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ള അവർ നിലവിൽ തന്നെ അവിടെ പോരാട്ടത്തിൽ അവരും, അതിന്റെ അപ്പുറത്തെ ഖൈബർ പക്തൂൺ മേഖലയുള്ള പക്തുൻസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന അഫ്ഗാനിസ്ഥാന്റെ പുതിയ ഭൂപടം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തായിരുന്നു. പുതിയ ഭൂപടം ഇറക്കിയായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അതിനകത്ത് ഈ ബലൂജും ഖൈബർ പക്തൂൺ മേഖലയൊക്കെ അവരുടേതാണ്. അപ്പൊ അവിടം വരെ ഉള്ള ഒരു പ്രശ്നമാണ്. പാക് അധിനിവേശ കാശ്മീരിൽ ഓൾറെഡി അവിടെ പ്രക്ഷോഭമാണ്. ഇത്രയും വന്നു കഴിയുമ്പോൾ ഇതിൽ കൂടുതൽ പാകിസ്ഥാനെ ടെൻഷൻ അടിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ അവരെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുന്ന വേറെ മാർഗങ്ങളൊന്നും തന്നെ ഇന്ത്യക്ക് ചെയ്യേണ്ടതായിട്ടില്ല. കാരണം ഇനി ഒരു അടി വന്നാൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇന്ത്യ തുടക്കമിടില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ തോന്നുന്നത്. കാരണം ഓൾറെഡി അഫ്ഗാനിസ്ഥാൻ അവർ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഞങ്ങൾ അടിക്കും എന്നുള്ളത്. കാരണം പക്ഷെ ഇന്നലത്തെ ചർച്ചയിൽ, കഴിഞ്ഞ ദിവസം ഈ ഇസ്താംബുളിൽ നടന്ന ചർച്ചയിൽ എല്ലാവരും അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനെ പ്രകീർത്തിച്ചാണ് അവരുടെ വാർത്ത കൊടുത്തിരിക്കുന്നത്. കാരണം ആ ഒരു ചർച്ചയിൽ അഫ്ഗാനിസ്ഥാൻ മാക്സിമം മര്യാദരാമന്മാരായിട്ടാണ് ചർച്ചയ്ക്ക് പങ്കെടുത്തിരുന്നത്, സംസാരിച്ചതൊക്കെ. പക്ഷെ പാകിസ്ഥാൻ ഒരു ധാർഷ്ട്യത്തിന്റെ രീതിയിലായിരുന്നു. പക്ഷെ പാകിസ്ഥാൻ ആ ധാർഷ്ട്യം എന്തുകൊണ്ട് വന്നു എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അവിടെയാണ് കഴിഞ്ഞ ചർച്ചയ്ക്കിടയിൽ ഒരു കോള് മുകളിൽ നിന്ന് വന്നു, ഉന്നതന്റെ കോളെത്തി എന്നാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ എത്തി. ആ ഉന്നതന്റെ കോൾ എവിടുന്ന് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഉന്നതൻ ആരാണ്. പാകിസ്ഥാനിലെ ഉന്നതനല്ല വിളിച്ചത്, പാകിസ്ഥാന്റെ ഗോഡ് ഫാദറായി നിൽക്കുന്ന ആ വലിയ ഉന്നതനാണ് വിളിച്ചത്. ട്രംപാണ് വിളിച്ചതെന്നാണ് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ വിളി വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ കയറി ഇവന്മാർ അടിച്ചത്. കാരണം സാധാരണഗതി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അടിക്കാറില്ല ഒരു രാജ്യം. അങ്ങനെ അത് വയലേറ്റ് ചെയ്തു, വെടിനിർത്തൽ ലംഘിച്ചു. ഇപ്പോഴേതാ വെടിനിർത്തൽ എന്ന് പറയുന്ന സാധനം നിലവിലില്ല. പക്ഷെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും മാന്യമായി പറയുന്നു, നിലവിൽ അന്ന് ദോഹയിൽ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത വെടിനിർത്തൽ ഇപ്പോഴും നിലവിലുണ്ടെന്ന്. പക്ഷെ ആ വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു ദുർബലമായ ഒരു നൂല് കൊണ്ട് അടയാളപ്പെടുത്തിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏത് നിമിഷവും അത് പൊട്ടാം, യാതൊരു ഡൗട്ടും ഇല്ല. ലോകത്ത് എല്ലായിടത്തും വെടിനിർത്തൽ തകരാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഏത് നിമിഷവും, ഒരു പക്ഷെ ഇന്നോ നാളെ ഒക്കെ ആയിട്ടത് സംഭവിക്കാം. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അത് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല. അപ്പം കാരണം അവിടുത്തെ ഒക്കെ ഒരു വാർത്തകൾ നമ്മളിലേക്ക് എത്താൻ ഒരു 3 മണിക്കൂറിന്റെ ഒരു ഡിലേ ഉണ്ട്, 3-4 മണിക്കൂർ ഡിലേ അഫ്ഗാനിസ്ഥാൻ വാർത്തകൾക്ക് സംഭവിക്കാറുണ്ട്. അപ്പൊ ഏതായാലും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി പാകിസ്ഥാന് അവരുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയും ലോക ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയും ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ഇന്ത്യയിൽ ഒരു വലിയ ഭീകരാക്രമണം നടത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായി കൊമ്പ് കോർക്കുക. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ കുറച്ചുകൂടെ സമ്മർദ്ദത്തിലാക്കാനാണ് ഈ മ്യാൻമാർ അതിർത്തിയിലുള്ള ISIS ക്യാമ്പുകളും, ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ ഇപ്പൊ ഈ ഷിപ്പൊക്കെ വന്നിട്ടുള്ള ആ ഷിപ്പ് കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ചാൽ ഷിപ്പ് അവിടെ ഇട്ടിട്ട് നമ്മളെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ധനുഷന് തന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഏരിയയാണത്. കാരണം ധനുഷ് പറഞ്ഞു തന്നെ കാണാപ്പാടോ ബംഗാൾ ഉൾക്കടലും അവിടുത്തെ ദ്വീപുകളും അവിടെ പുതിയതായിട്ട് വരാൻ പോകുന്ന പോർട്ടുകളും അവിടെ നിരത്തിയിട്ടുള്ള ഇന്ത്യൻ ഷിപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ അനവധി വട്ടം, അവിടെയാണ് നമ്മുടെ ഈ ആണവ അന്തർവാഹിനികളുടെ ഒരു സ്ക്വാഡ്രൺ തന്നെ നമ്മൾ അവിടെ ഉണ്ട്, ഈ ബംഗാൾ ഉൾക്കടൽ. അവിടെയാണ് ഇപ്പൊ ഈ പാകിസ്ഥാന്റെ ഈ പറയുന്ന PS സൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പൽ വരും. ഇത് PNS സൈഫ്. ഈ PNS സൈഫ് പിന്നെ എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്തണ്ടേ? അത് എത്തുന്ന ഇതുവഴിയാണ്, നമ്മുടെ മലാക്ക കടലിടുക്ക് വഴി വേണം ഇവർക്ക് എത്താനുണ്ട്, അല്ലാതെ വേറെ എങ്ങും കൂടെ വരാൻ കഴിയില്ല. അപ്പം ഈ ഷിപ്പ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ബംഗ്ലാദേശിയിലുള്ള ആളുകൾക്ക് ഒരു യുദ്ധഭീതി സൃഷ്ടിച്ചെടുക്കുക അവരുടെ മനസ്സിൽ. ഇന്ത്യ ഏത് നിമിഷവും അടിക്കും, അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ ചങ്കിത വന്നിരിക്കുന്നു കപ്പലുമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങളിൽ ഒരു കോൺഫിഡൻസ് സൃഷ്ടിക്കുക എന്നുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രം മാത്രമാണ് യൂണിസെഫ് ഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഈ ഷിപ്പ് വന്നത് ഇന്ത്യ ഒട്ടും ഗൗരവം കുറച്ച് കാണുന്നുമില്ല. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇതൊരു എന്താണ് അവിടുത്തെ ജനങ്ങൾക്കൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവർക്കൊരു ധൈര്യം പകരുന്ന ഒരു പ്രക്രിയയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഈ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് 1971 ശേഷമായിട്ടാണ് ആദ്യമായിട്ടാണ് ഈ പാകിസ്ഥാന്റെ ഷിപ്പ് അവിടെ വരുന്നത്, ഈ വാർഷിപ്പ്.
അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് 71 നമ്മളാണ് അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് ബംഗ്ലാദേശിന്. അതിനുശേഷം നമ്മളുമായി നല്ല ബന്ധമായിരുന്നു. നമ്മൾ മുറിഞ്ഞപ്പോൾ ആരാണോ ഈ ബംഗ്ലാദേശിനെ ഈ പരുവത്തിലാക്കിയത് അവർ വീണ്ടും ബംഗ്ലാദേശുമായിട്ട് അടുക്കുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാൻ അടുക്കുന്നതിനെ നമ്മൾ കാണുന്നത് പാകിസ്ഥാൻ അടുക്കുന്നു എന്നുള്ളതല്ല, അതിന് പിന്നിലുള്ള വൈദേശിക ശക്തിയാണ്, അമേരിക്ക അടക്കമുള്ള ശക്തികൾ തന്നെയാണ് ഈ ബലം അവർക്ക് നൽകുന്നത്. ഇതാണ് ഈ മേഖലയിലെ. ഇതിനിടയിൽ തന്നെ ഇന്നലെ വന്ന മറ്റൊരു വാർത്ത, ഈ ചൈന വലിയ രീതിയിൽ തന്നെ മിസൈലുകൾ നിർമ്മിച്ചു കൂട്ടുന്നുണ്ട്. കാരണം അവർക്ക് ഈ മേഖലയിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കയുടെ ഒരു കടന്നുകയറ്റം. ഒന്ന്, പാകിസ്ഥാനിൽ അവർ ഓൾറെഡി ആയിക്കഴിഞ്ഞിരിക്കുന്നു, ബംഗ്ലാദേശിൽ കൂടി അവർ എത്തുക എന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നു അവരുടെ കാര്യം. ഏതായാലും ട്രംപ് ഈ യുദ്ധം നിർത്തുന്ന പരിപാടിയൊക്കെ പുള്ളി നിർത്തിക്കഴിഞ്ഞു. കാരണം പുള്ളി വേറൊരു നല്ല ഉഗ്രൻ അവാർഡ് അദ്ദേഹത്തിന് കിട്ടും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നൊബേൽ ഒന്നും അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നൊബേൽ പ്രൈസ് ഒന്നും അല്ല, അതിലും വലുതാണ് ഫിഫയുടെ അവാർഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫിഫ അദ്ദേഹത്തിന് ഒരു സമാധാനത്തിന്റെ അവാർഡ് കൊടുക്കാൻ പോകുന്നു. അത് നമ്മൾ ഇന്നലെ വാർത്തയാക്കിയത്, മുസ്ലിം മലയാളം അത് വാർത്തയാക്കിയത്. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ നമ്മളത് വാർത്തയാക്കിയിരുന്നു. അപ്പൊ പുള്ളി പറയുന്നത് അതിന്റെ സമയം കഴിഞ്ഞു, ഏതാ സമാധാനത്തിന്റെ സമയം കഴിഞ്ഞു. താൻ യുദ്ധം തീർക്കുകയായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ തന്റെ റോൾ, തന്റെ അവതാര ലക്ഷ്യം യുദ്ധം തീർക്കുകയായിരുന്നു. ഇനി തന്റെ ലക്ഷ്യം യുദ്ധം ഉണ്ടാക്കുകയാണോ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഏതായാലും ഇപ്പോഴത്തെ നീക്കങ്ങൾ കണ്ടിട്ട് അങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഏതായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാർത്ത തന്നെയാണ്. 1971 ശേഷം പാക് പടക്കപ്പൽ ബംഗ്ലാദേശിൽ എത്തുമ്പോൾ പാകിസ്ഥാൻ കടുത്ത സമ്മർദ്ദത്തിലാണ്. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യൻ സൈന്യം അണിനിരന്ന വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ തൃശൂർ, പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ പോരാളികളുടെ വെല്ലുവിളി, ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂണിലും നിലയ്ക്കാത്ത വെടിവെച്ചകള്, ഒപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ വലിയ ലഹള. ഇത് ഇന്ത്യയെ ഒരു ഭാഗത്ത് അവർ നമുക്ക് സമ്മർദ്ദത്തിലാക്കാൻ നോക്കുമ്പോൾ നമ്മൾ അവരെ ഏതാണ്ട് ഒരു 3 ഭാഗത്തിലൂടെ അവരെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിറ്റുവേഷന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പം നമ്മുടെ ഈ ഏഷ്യ കടന്നു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനുള്ളിൽ ചൈന തായ്വാൻ വിഷയങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വായിക്കപ്പെടേണ്ടതാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ കരുതും ഇവർക്ക് രണ്ടുപേർക്ക് യുദ്ധം വേണമെന്നുള്ള ആഗ്രഹക്കാരാണെന്ന് കരുതും. അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുക മാത്രമാണ് ഇതിൽ ചെയ്തത്.